الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട സദസ്യരെ, സഹോദരങ്ങളെ, ഇന്നത്തെ ഈ സെമിനാർ തികച്ചും ഏറെ ശ്രദ്ധേയവുമാണ്. സമൂഹത്തിൽ അലയടിച്ചു അല്പസ്വല്പമെങ്കിലും അവഗാഹമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധ്വാനത്തിന്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികളുടെ ഒരു സമാപന വേളയിൽ പ്രസംഗങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും പഠന ക്ലാസുകളിലൂടെയും ചർച്ചകളിലൂടെയും ഇതിന്റെ പുറത്തേക്ക് ഗാന ശബ്ദങ്ങളിലൂടെയും കേട്ടുകഴിഞ്ഞ ഒരു സദസ്സിനെ ഇനി അധികം ഇരുത്തിമുഷിപ്പിക്കുന്നത് ക്ഷണം സ്വീകരിച്ച് നിങ്ങളെ ഇരിക്കുമ്പോൾ ആവശ്യമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു സദസ്സ് ചെയ്യുന്ന പ്രാസംഗിക ആഗ്രഹിക്കപ്പെടുന്നതും സദസ്സ് എന്നെ ശ്രവിക്കണമെന്നാണ്, എന്റെ ശബ്ദം ശ്രവിക്കണമെന്നും ഞാൻ പറയുന്ന വിഷയത്തെ കാതുകൊടുത്ത് ശ്രദ്ധിച്ച് കേൾക്കണമെന്നും ഒക്കെയാണ്. എന്നാൽ ഈ പതിവ് ശൈലിയിൽ നിന്നും എന്റെ ഈ സദസ്സിനോട് വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ എന്നെ കേൾക്കുന്നതിന് പകരം, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു നോക്കുന്നതിന് പകരം, നിങ്ങൾ എന്റെ സംവദിക്കുന്ന ശബ്ദത്തെ ശ്രവിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അന്തരീക്ഷത്തിൽ അലയടിക്കുന്ന ദീനരോധനങ്ങളിലേക്കും വിളികളിലേക്കും അടർന്നു വീഴുന്ന അശ്രുകണങ്ങളിലേക്കും അലയടിച്ച് ഉയരുന്ന അലമുറയിട്ട് നമ്മെ അലോസരപ്പെടുത്തുന്ന കരച്ചിൽ ശബ്ദത്തിലേക്കും ശ്രദ്ധിക്കണമേ എന്നാണ്. ഇവിടെ അടിച്ചു വീശുന്ന മന്ദമാരുതനോട് സംവദിക്കാൻ ശ്രമിച്ചാൽ കരളലിയിപ്പിക്കുന്ന തരത്തിൽ നമുക്കത് പറഞ്ഞു തരുന്ന കഥകൾ നിങ്ങൾ കേൾക്കണമേ എന്ന അപേക്ഷയോടെ ഞാൻ ആരംഭിക്കുന്നു. ഇവിടെ ചീഞ്ഞളിഞ്ഞു നാറുന്ന മാംസപിണ്ഡത്തിന്റെ ഗന്ധം ആരുടേതാണെന്ന് അന്വേഷിക്കുമ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അതൊക്കെ മുസൽമാന്റേതാണെന്ന് തറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു രാജ്യ സാഹചര്യത്തിൽ, ഒരു സാമൂഹിക സാഹചര്യത്തിൽ പിച്ചു ചീന്തപ്പെടുന്ന അഭിമാനം ഒരു സഹോദരിയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ വലിച്ചു കീറപ്പെടുന്ന ആ അഭിമാനം, ചാതിരാത്യം ആരുടേതാണെന്ന് ചോദിച്ചാൽ മറ്റാരുടേതുമല്ല, മാപ്പിളച്ചി പെൺകുടിയുടേതാണെന്ന് പറയാൻ കഴിയുന്ന സാമൂഹിക സാഹചര്യത്തിൽ വലിച്ചു കീറപ്പെടുന്ന വ്യക്തിത്വവും തുറുങ്കലിൽ അടയ്ക്കപ്പെടുന്ന യുവത്വവും ഒരിക്കലും തല ഉയർത്തി പിന്നീട് എണീച്ചു വരാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടുകൂടി അമർച്ച ചെയ്യപ്പെടുന്ന മനുഷ്യജീവിതവുമൊക്കെ ആരുടേതാണെന്ന് അന്വേഷിച്ചാൽ അതൊക്കെ മുസ്ലിമാന്റേതാണ്, മുസ്ലിം ചെറുപ്പക്കാരന്റേതാണെന്ന് തറപ്പിച്ചു പറയാൻ കഴിയുന്ന ഈ സാഹചര്യത്തിൽ അവസാനമായി ഒരു തുറുപ്പ് ചീട്ട് പോലെ എടുത്തുകാട്ടി നമ്മെ ഭീതിപ്പെടുത്തുകയും വിറങ്ങലിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏക സിവിൽ കോഡ് എന്ത് എന്ന് നമ്മൾ അറിയണം. എന്തിന് എന്നുകൂടി നമ്മൾ പഠിക്കണം. അറിയുകയും പഠിക്കുകയും മാത്രം പോരാ,
അതിനെ പ്രതിരോധിക്കുവാൻ നമ്മൾ പ്രാപ്തരാകണം. പ്രതിരോധം എന്ന് പറയുമ്പോൾ അണ്ണാറക്കണ്ണനും തന്നാലായതുപോലെ അടങ്ങിയിരിക്കുകയല്ല, ആവുന്നതൊക്കെ ചെയ്യാൻ ചങ്കൂറ്റം കാട്ടണം, തന്റെ ഇടം കാട്ടണം, ഉശിര് കാട്ടണം. അതൊരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകൃതമാണ്, അവന്റെ പാരമ്പര്യമാണ്, അവന്റെ പൈതൃകമാണ്. അവനെ പഠിപ്പിക്കപ്പെട്ടത് അത്തരത്തിലാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ എനിക്ക് കാര്യം പറയാൻ കഴിയില്ല. അത് പറയുന്ന ഞാൻ തലപ്പാവും താടിയും നീളക്കുപ്പായവുമുള്ളവനായതുകൊണ്ട് കാര്യം പറയുന്നവന്റെ മീതെ ഊപ്പ ചാർത്തും. ഊപ്പ എന്ന് പറഞ്ഞാൽ എന്താണെന്നായിരിക്കും എന്റെ സദസ്യർ ശ്രദ്ധിക്കുന്നത്. ഊപ്പ, ആപ്പയും ഊപ്പയും അടക്കി വാഴുന്ന നമ്മുടെ രാജ്യ സാഹചര്യം, UAPA എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾക്ക് മാത്രം ബാധകമാകുന്ന കരിനിയമത്തിന്റെ ഭീതിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മൈക്കിലൂടെ വർത്തമാനം പറയാൻ ഒരു മാപ്പിളയ്ക്ക് സാധിക്കൂല. എങ്ങും എവിടെയും ഭീതിജനകമായ ഒരു സാഹചര്യത്തിൽ ഭീകരവാദിയുടെ മുഖവും അവന്റെ മേൽവിലാസവും ചാർത്തിക്കൊണ്ട് നമ്മളെ ക്രൂശിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ കാര്യം പറയാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങളോട് ജാമ്യമെടുത്തുകൊണ്ട് ഞാൻ കാര്യം പറയുന്നതിന് പകരം ചില കഥകൾ മാത്രം പറയാം. ശ്രദ്ധിച്ചു കേൾക്കൂ. കഥയാകുമ്പോൾ ആർക്കും എന്റെ മേൽ നിയമപരമായ നടപടിയെടുക്കാൻ കഴിയില്ല. ഞാനൊന്നും പറഞ്ഞില്ല, വെറും കഥ മാത്രം. എന്നെ കേൾക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്ന എന്റെ കുട്ടികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കഥ പറഞ്ഞു. അതിലൊന്നാമത്തേത് ആടിനെ പട്ടിയാക്കിയ കഥയാണ്. രണ്ടാമത്തേത് ഒരു പട്ടിയെ തല്ലിക്കൊല്ലാൻ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ നിയമം പോലെ നാട്ടുകാര് ആക്ഷേപിച്ചപ്പോൾ പട്ടിക്ക് ആദ്യം പേയ് പിടിപ്പിക്കുകയും പിന്നീട് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുകയും ചെയ്ത കഥയാണ്. മൂന്നാമത്തേത് പേ പിടിച്ച് നാട്ടുകാരെ കടിച്ച് പരിക്കേൽപ്പിച്ച് നാട്ടിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് നാടൊട്ടാകെ ശുനക സംഘം കറങ്ങി നടക്കുമ്പോഴും അത്തരത്തിൽ അക്രമ പൂർണമായ ഒരു സാഹചര്യത്തിൽ, ഭീതിജനകമായ സാഹചര്യത്തിൽ നാടും നാട്ടാരും വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും നിയമത്തിന്റെ നൂലാമാലകളിലും ഈഗോയുടെ ആധിപത്യത്തിലും തമ്മിൽ ഒന്നിക്കാൻ കഴിയാതെ ഉരസി നിൽക്കുകയും അകന്നു നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെ സമുദായത്തിന്റെ അരക്ഷിതാവസ്ഥയെ സംബന്ധിച്ചിട്ടാണ്. അള്ളാഹു നല്ല നിലയിൽ പറയാനും കേൾക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതിവിടെ ഈ സമാപന ഭാഷണത്തിലല്ല, മറിച്ച് നമ്മളുടെ അറിവിന്റെയും അന്വേഷണത്തിന്റെയും പഠനത്തിന്റെയും ഒക്കെ വിശാലമായ വാതായനങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് കാലികമായ വിഷയങ്ങളെ പഠിക്കുകയും അതാതിന്റെ രൂപത്തിൽ അതിനെ സമീപിക്കുകയും വളരെ സമർത്ഥമായ നിലയിൽ, അതിലുപരി സംയമനത്തോടുകൂടി ബുദ്ധിപരമായി ആസൂത്രിതമായി സമൂഹത്തിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തുകയും അധികാരി വർഗത്തിന്റെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു പ്രാപ്തി നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ആർജിക്കേണ്ടതുണ്ട്. സിന്ദാബാദ് 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 എന്ന് ആവർത്തിച്ച് വിളിച്ച് അന്തരീക്ഷത്തിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചിട്ട് നമ്മൾ പ്രകോപനം സൃഷ്ടിക്കുകയല്ല. മുദ്രാവാക്യങ്ങളുടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശബ്ദകോലാഹലങ്ങളുടെയും പ്രതികരണം മാത്രമല്ല, മറിച്ച് നമ്മുടെ ശബ്ദം ലോകം ശ്രദ്ധിക്കുമാർ, നമ്മുടെ പ്രതികരണം സമൂഹം ശ്രദ്ധിക്കുമാർ, നമ്മുടെ സാന്നിധ്യം ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുമാറ് ബുദ്ധിപരമായി ആസൂത്രിതമായി ഏത് വിഷയത്തിലും ഇടപെടാനുള്ള ഒരു പ്രാപ്തി നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു ആ തരത്തിലുള്ള ഒരു വളർച്ച വൈജ്ഞാനികമായും അവതരണപരമായും മറ്റുമൊക്കെ നമുക്ക് നമ്മുടെ സന്തതികൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ പ്രധാനമായും നമ്മളെ ഭീതിപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ട്. ഏക സിവിൽ കോഡ് എന്ന് ഏകവാക്കിൽ നിങ്ങളത് പറഞ്ഞുവെങ്കിലും അതിന്റെ അപ്പുറത്തേക്ക് ചില വിഷയങ്ങളുണ്ട്. ഒന്നാമത്തേത് ഇസ്ലാമോഫോബിയാണ്, രണ്ടാമത്തേത് ഏക സിവിൽ കോഡാണ്, മറ്റൊന്ന് മുത്തലാഖാണ്, പിന്നൊന്ന് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന അത്തരം ചില പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെയാണ്. ബഹുഭാര്യത്വം പോലെ അങ്ങനെ പലതും. ഇത്തരം സംഗതികളെ സംബന്ധിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് വ്യക്തമായ ഒരു വീക്ഷണമുണ്ടാകണം, കാഴ്ചപ്പാടുണ്ടാകണം, അറിവുണ്ടാകണം.
അതിന്റെ ഗുണദോഷത്തെ സംബന്ധിച്ചിട്ടും അതിന്റെ തെറ്റുശരികളെ സംബന്ധിച്ചിട്ടും അതിൽ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുള്ള വിമർശനങ്ങളെ സംബന്ധിച്ചിട്ടും ആ വിമർശനങ്ങൾക്ക് ശാസ്ത്രീയമായ നിലയിൽ നൽകാൻ കഴിയുന്ന ഉത്തരങ്ങളെയും മറുപടികളെയും സംബന്ധിച്ചിട്ടും ഒക്കെ നമുക്ക് വ്യക്തമായ ഒരു വിവരമുണ്ടാകണം. അതിൽ നമ്മൾ ഇരുട്ടിൽ തപ്പരുത്, നമ്മൾ വീണിടത്ത് കടന്ന് ഉരുളരുത്. ഒപ്പം ആരുടെയും ഓശാരത്തിന് വേണ്ടി അവന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന ഓച്ചാനിക്കുന്ന സ്വഭാവ ശൈലികൾക്ക് നമ്മൾ വിധേയരാകരുത്. നമ്മൾ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ സ്വതന്ത്ര പൗരന്മാരാണ്. നമ്മൾ വസിക്കുന്ന രാജ്യം മതേതരത്വ രാജ്യമാണ്. ഇവിടെ ഈ രാജ്യം ഇന്നും അംഗീകരിക്കുന്ന വ്യക്തവും സുതാര്യവുമായ ഒരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനുള്ള പൗരസ്വാതന്ത്ര്യം നമുക്കൊക്കെ ഉണ്ട്. ഈ രാജ്യം നിശ്ചയിച്ചിരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥകളിലെ നിയമങ്ങളൊക്കെ കൃത്യമായി അംഗീകരിച്ചു പോരുന്ന പൗരന്മാരാണ് നമ്മൾ. ഈ രാജ്യം നമ്മുടെ മേൽ ചുമത്തിയിരിക്കുന്ന നികുതി കൃത്യമായ നിലയിൽ അടച്ചുപോരുന്ന പൗരന്മാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രാജ്യത്ത് അവകാശങ്ങൾ തീർച്ചയായും വകവെച്ചു കിട്ടണം. അനുവദിക്കപ്പെട്ടിരിക്കുന്ന അവകാശങ്ങൾ തീർച്ചയായും വകവെച്ചു കിട്ടണം. നമ്മൾ ഒരിക്കലും ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ വെല്ലുവിളിച്ചിട്ടില്ല. ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ കയ്യിലെടുത്തിട്ടില്ല. ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ കയ്യിലെടുക്കുന്നത് അനിസ്ലാമികമാണെന്ന് തികച്ചും വിശ്വസിക്കുകയും മതവിരുദ്ധമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് മതസ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ മാത്രം ഒരുതരം ഭീകരവാദിയാക്കി ചിത്രീകരിച്ച് മുദ്രകുത്തി അവനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തെ നമ്മൾ തിരിച്ചറിയണം. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളോട് മണിക്കൂറുകൾ സംവദിക്കാൻ കഴിയും. ഓരോ ദിവസവും നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒട്ടനവധി വിഷയങ്ങളിലേക്ക് പടയ്ക്കുന്ന മനസ്സുമായി നിങ്ങളോട് പങ്കുവെക്കാൻ കഴിയും. വാസ്തവത്തിൽ മുസ്ലിം സമുദായം ഇന്ന് പ്രതിക്കൂട്ടിലാണ്. ഭീകരവാദിയാണവൻ, കണ്ണിൽ ചോരയില്ലാത്തവനാണവൻ, അക്രമകാരിയാണവൻ. കഴിഞ്ഞ ദിവസം നമ്മളുടെ സിനിമാ രംഗത്തെ പ്രസിദ്ധനായ ഒരു വ്യക്തി കണ്ണൂരിൽ നടക്കാൻ പോകുന്ന ഞങ്ങളുടെ സ്നേഹസംഗമവുമായി ബന്ധപ്പെട്ട് നൽകിയ അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ പറഞ്ഞൊരു വാചകം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. കണ്ണൂരിൽ RSSഉം CPMഉം തമ്മിൽ കലഹിക്കുന്നു, രക്തപ്പുഴയൊഴുക്കുന്നു, ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഇത്? ഈ പുരോഗമിച്ച നൂറ്റാണ്ടിൽ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആക്രമിക്കാൻ കഴിയുക, ആളെ കൊല്ലാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞു വാചാലനായി അവസാനം അദ്ദേഹം നിർത്തിയത് കേരളത്തിലെ RSSകാര് ആളുകളെ അറുത്തുകൊല്ലുന്ന ഇസ്ലാമിക ഭീകരവാദികളായ ISകാരെ പോലെ ആകാൻ പാടുണ്ടോ എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇവിടുത്തെ അറുകല നടത്തി ശീലമാക്കുകയും അത് തങ്ങളുടെ അധികാര കസേരയിലേക്കുള്ള കുറുക്കുവഴിയായി സ്ഥിരം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന വിഭാഗത്തോടൊപ്പം അതിനേക്കാളും തരം താഴ്ന്ന ഭീകരവാദികളായി അക്രമകാരികളായി എന്നെയും എന്റെ സമുദായത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് കേൾക്കുമ്പോൾ അത് കേട്ടിരിക്കാനുള്ള ത്രാണി നമുക്കില്ല. ഇല്ല, നമുക്കൊരിക്കലും ആരെയും കൊല്ലാൻ കഴിയില്ല. നമുക്ക് ആരുടെയും ഒരു തുള്ളി ചോര പോലും ഈ ഭൂമിയിൽ അകാരണമായി ഇറ്റിക്കുക എന്നത് അസാധ്യമാണ്. അത് വൻപാപമാണ്. അത് നമ്മൾ ഈ രാജ്യത്തിന്റെ നിയമത്തെ ഭയന്നുകൊണ്ടല്ല, ഈ രാജ്യത്തിന്റെ നിയമത്തെയോ പോലീസിനെയോ പട്ടാളത്തെയോ ഭയന്നുകൊണ്ടല്ല, മറിച്ച് എങ്ങാനും ഞങ്ങളിൽ നിന്നും അപ്രകാരം ഒന്ന് സംഭവിച്ചു പോയാൽ അത് വൻ പാപമാണെന്ന് തിരിച്ചറിയുകയും ഒരിക്കലും മാപ്പ് കിട്ടാത്ത തരത്തിൽ നരകത്തിന്റെ അടിത്തട്ടിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുമെന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് കൊലപാതകം, അതിന് കൂട്ടുനിൽക്കൽ, അതിന് കണ്ണുകൊണ്ടെങ്കിലും ആംഗ്യം കാണിച്ച് സഹായിക്കൽ അതുപോലും പാതകമാണെന്ന് വിശ്വസിക്കും. എനിക്ക് മുമ്പ് നമ്മളെ കോരിത്തരിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഓരോ വിഷയങ്ങളും അവതരിപ്പിക്കുമ്പോൾ ഞാൻ കേട്ട് ആസ്വദിക്കുകയായിരുന്നു. അതിലൊരു കുട്ടി പറഞ്ഞത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. നിയമത്തിന്റെ നിർബന്ധമായ നിർദ്ദേശത്തിന് വഴിപ്പെട്ടുകൊണ്ട് ഒരനുയായിയുടെ മോഷണ കുറ്റത്തിന് ശിക്ഷയ്ക്ക് വിധിച്ചവന്റെ കൈ മുറിച്ചു മാറ്റിയപ്പോൾ പള്ളിയുടെ ഉള്ളിൽ ആ വിധി പ്രഖ്യാപിച്ച മഹാനുഭവൻ അസഹ്യമായ മനോവേദനയുമായി പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരിനെ സാക്ഷി നിർത്തിക്കൊണ്ട് സമൂഹത്തിന് നൽകിയ ഒരു സന്ദേശമുണ്ട്. കണ്ണൂരുകാർക്ക് നമുക്ക് കൈമാറാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ സന്ദേശമാണ്. എന്തിനാ നബിയെ അങ്ങ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ, എന്തിനാ നബി അങ്ങ് കരയുന്നത്? അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഈ കൈമുറിച്ചത്. അങ്ങേക്ക് ഇത് വിഷമമുണ്ടാക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും കൈമുറിക്കുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത്, കട്ടവന്റെ കൈമുറിക്കുക എന്നത് പടച്ചവന്റെ നിയമമാണ്. പടച്ചവന്റെ നിയമത്തിൽ കൈകടത്താൻ മുഹമ്മദിന് അധികാരമില്ല. പക്ഷേ അവിടെ മുറിഞ്ഞു വീഴുന്നത് ഒരു മനുഷ്യന്റെ കൈത്തണ്ടാണ്. അതിൽ നിന്നും ഇറ്റു വീഴുന്നത് എന്റെ ഒരു സഹോദരന്റെ രക്തത്തുള്ളികളാണ്. അത് സഹിക്കാൻ ഈ മുഹമ്മദിന് സാധിക്കൂല. ഖുബൈബ് എന്നൊരു മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എത്രയോ കാലങ്ങൾ
ശത്രുതാപരമായി പെരുമാറുകയും തമ്മിൽ കലഹിക്കുകയും യുദ്ധം ചെയ്യുകയും പകതീർക്കുകയും ഒക്കെ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി പിടിച്ചുകെട്ടപ്പെട്ട ഒരു തടവിൽ പാർപ്പിക്കപ്പെടുന്ന ഒരു മുസ്ലിം, സാധാരണ മുസ്ലിം ഖുബൈബ് റളിയല്ലാഹു അൻഹു അവറുകളെ പ്രതികാരദാഹത്താൽ ബദർ യുദ്ധത്തിൽ മരണപ്പെട്ട ആൾക്ക് പകരമായി കൊന്ന് അരിശം തീർക്കുന്നതിന് വേണ്ടി കെട്ടിമറിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്നു. തടവിലാണ് അദ്ദേഹം. ചിലർ മണിക്കൂറുകളുടെ ഉള്ളിൽ ഈ മനുഷ്യനെ പരസ്യമായ നിലയിൽ കൊലയ്ക്ക് വിധേയനാക്കും. ചില്ലറ മണിക്കൂറുകളുടെ ഉള്ളിൽ ഖുറൈശി പ്രമുഖന്മാര് 40ഓളം ആളുകൾ മൂർച്ചയേറിയ കുന്തവും ആയുധവുമായി കാത്തു നിൽക്കുകയും ആ മനുഷ്യന്റെ നേരെ ഒന്നിച്ചത് പ്രയോഗിക്കുകയും ആ മനുഷ്യനെ അറുകൊല നടത്തുകയും ചെയ്യാൻ പോവുകയാണ്. കൊലക്കയറിലേക്ക് നടക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നാട്ടുകാരായ ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് സാമാന്യ മര്യാദയ്ക്കനുസരിച്ചിട്ട് അന്ത്യാഭിലാഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ അന്ത്യാഭിലാഷം എന്ന നിലയിൽ എനിക്ക് ഒന്ന് നന്നായി കുളിക്കണം, കുളിക്കുന്നതിന് മുമ്പ് ദാടിയും മുടിയും മീശയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കത്തി വേണം. അന്ത്യാഭിലാഷമായതുകൊണ്ട് അത് സാധിച്ചു കൊടുക്കാൻ ശത്രുക്കൾ സമ്മതിച്ചു. അവര് മൂർച്ചയേറിയ ഒരു കത്തി കൊടുത്തു. ആ കത്തി കയ്യിൽ പിടിച്ചുകൊണ്ട് ബന്ധനസ്ഥനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മീശയും താടിയും ഒക്കെ വെട്ടി വൃത്തിയാക്കുകയായിരുന്നു. ഇതിനിടയിൽ യാദൃച്ഛികമായി ആ കുടുംബത്തിൽപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞ് അറിയാതെ നടന്ന് കൗതുകത്തോടുകൂടി ഈ മനുഷ്യന്റെ അരികിലെത്തി. കത്തി പിടിച്ച് തന്റെ രോമങ്ങളൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ മുമ്പിലെത്തിയപ്പോൾ ആ കുഞ്ഞിനെ അദ്ദേഹം മെല്ലെ മടിയിലിരുത്തി, താലോലിച്ചു, സമാധാനിപ്പിച്ചു, ചിരിപ്പിച്ചു, കളിപ്പിച്ചു. ഈ കാഴ്ച കണ്ട് ലോകം ഞെട്ടി എന്ന് തന്നെ പറയാം. ലോകം ഞെട്ടി. വാസ്തവത്തിൽ ലോകർക്ക് കാട്ടിക്കൊടുക്കേണ്ട അത്യുന്നതമായ ഒരു മാതൃകാ രൂപമാണിത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭ്യാസ കളരിയിൽ നിന്നും അധ്യാപനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ അന്ന് തുറങ്കലിൽ പാർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഖുബൈബിന്റെ മടിയിലിരിക്കുന്ന ഈ കൊച്ചു കിടാവിനെയും അദ്ദേഹത്തിന്റെ കയ്യിൽ മൂർച്ചയേറിയ ഈ കത്തിയും കണ്ട് വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഞെട്ടി. അവര് ദൂരെ വന്ന് നിന്നുകൊണ്ട് അത്ഭുതത്തോടുകൂടി വിറങ്ങലിച്ചുകൊണ്ട് അവര് ദയനീയമായി ഖുബൈബിനെ നോക്കി. ഇന്ന് സമൂഹത്തിൽ IS ഭീകരത എന്ന പേരിൽ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് അറുത്തുമാറ്റുന്ന തലയുടെയും അതിൽ നിന്നും തെറിച്ചു പോകുന്ന ചോരയുടെയും ഒക്കെ ഫോട്ടോകൾ ലോകത്ത് പരക്കുന്നുണ്ട്. അതൊക്കെ മുസ്ലിം ഭീകരവാദികൾ ചെയ്തു എന്നാണ് പലരും പറഞ്ഞത്. ഞാൻ നിങ്ങളൊക്കെ വിശ്വസിച്ചത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ പടച്ചുണ്ടാക്കുന്നതിന് വേണ്ടി അമേരിക്ക പോലെയുള്ള ഭീകര രാഷ്ട്രങ്ങൾ ചെലവിടുന്നത് കോടികളാണെന്ന സത്യം അറിയാതെ പോകുന്നു നമ്മൾ. ഇത്തരം ഭീകര സംഘടനകൾക്ക് രൂപം നൽകുന്നതും അവർക്ക് ആവശ്യമായ ആവേശം പകരുന്നതും ആവശ്യമായ ആയുധങ്ങൾ നൽകുന്നതും ആരാണെന്ന അന്വേഷണത്തിന് മറുപടിയില്ലാതെ തുടരുമ്പോൾ നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു പോവുകയാണ്. പോട്ടെ, അതൊക്കെ വിശദീകരിക്കാൻ നേരമില്ല. നമ്മൾ ആലോചിച്ചു നോക്കുക, ഒരു കുഞ്ഞ് തന്നെ കൊല്ലാൻ നിമിഷങ്ങൾക്കുള്ളിൽ കാത്തു നിൽക്കുന്ന ആളുകളുടെ പ്രിയപ്പെട്ട കുഞ്ഞ് എന്റെ മടിയിൽ കിട്ടി, എന്റെ കയ്യിൽ കത്തിയുമുണ്ട്. വേണമെങ്കിൽ ഇന്ന് നമ്മളൊക്കെ പറയുന്നത് പോലെ മുസ്ലിം ഭീകരവാദിയായിരുന്നു ഖുബൈബെങ്കിൽ ആ ഖുബൈബിന് കുട്ടിയുടെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് ആവശ്യപ്പെടാമായിരുന്നു, എന്നെ വെറുതെ വിടാമെന്ന് ഉറപ്പ് തന്നാൽ മാത്രം ഞാൻ കുട്ടീനെ വിടും, അല്ലെങ്കിൽ ഞാൻ കുട്ടീനെ തട്ടിക്കളയെന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറയാമായിരുന്നല്ലോ. ആ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഭീതിജനകരായി ഭീതിയോടുകൂടി വിറങ്ങലിച്ച് നിൽക്കുകയാണ്. എന്താ ചെയ്യാൻ പോകുന്നത്? ഈ അവസ്ഥ കണ്ടിട്ട് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു അവர்கள் പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ നോട്ടത്തിന്റെ അർത്ഥവും എനിക്ക് മനസ്സിലായി. ഇല്ല, ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സന്തതിയും അനുയായിയുമാണ്. അവിടുന്നാണ് എന്നെ മനുഷ്യത്വം പഠിപ്പിച്ചത്. അവിടുന്നാണ് എന്നെ മാനവികത അഭ്യസിപ്പിച്ചത്. ഒരിക്കലും ഞങ്ങളുടെ ശൗര്യം ഈ കൊച്ചുകിടാങ്ങളോട് ഞങ്ങൾ കാണിക്കുകയില്ല. ഞങ്ങളുടെ ശൗര്യം സ്ത്രീകളുടെ മേൽ ഞങ്ങൾ ചെലുത്തുകയില്ല. ഞങ്ങളുടെ ശൗര്യം പുരോഹിതന്മാരുടെ നേരെ ഞങ്ങൾ പ്രയോഗിക്കുകയില്ല. ഞങ്ങൾ ആണുങ്ങളാണ്. തൈ ഹോംഗെ സായി മേ ഹം പൽകർ ജവാൻ ഹുയി, തൈ ഹോംഗെ സായി മേ ഹം പൽകർ ജവാൻ ഹുയി, ഹഞ്ചർ ഹിലാൽ കാ ഹേ ഖൗമി നിശാൻ ഹമാരാ, ഹേ മൗജിദ് ജിലി തൂ ഹി പഹചാനി തീ ഹംകോ, है मौजिद जिली तू ही पहचानी थी हमको, अब तक से तेरे दरिया अफसानहान हमारा. ഞങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്. ഞങ്ങൾ ഒരിക്കലും പെണ്ണുങ്ങളോടും കുഞ്ഞുങ്ങളോടും പുരോഹിതന്മാരോടും വൃദ്ധന്മാരോടൊന്നും ഞങ്ങളുടെ ശൗര്യം കാണിക്കാറില്ല, ഞങ്ങളുടെ ആണത്വം കാണിക്കാറില്ല.
തീർച്ചയായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ ഈ ഒരു പ്രകൃതത്തിന്റെയും പൈതൃകത്തിന്റെയും മാതൃകയുടെയും പാരമ്പര്യത്തിന്റെയും അനന്തരാവകാശികളാണ്. നമുക്ക് ആരുടെയും ചോര ഭൂമിയിൽ അകാരണമായി ചിന്താൻ സാധ്യമല്ല. കാരണം നമ്മുടെ റബ്ബ് നമ്മളോട് അതിനെ കണിശമായ നിലയിൽ നിരോധിച്ചതാണ്. പക്ഷേ സമുദായം ഇന്ന് നിർത്തപ്പെട്ടിരിക്കുന്നത് പ്രതിക്കൂട്ടിലാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ VC-യുടെ ക്യാമ്പസിൽ അദ്ദേഹത്തിന്റെ ചേംബറിൽ ഒരു മീറ്റിംഗിന് ഞാൻ പോകേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, വളരെ വേദനയോടുകൂടി ഞാൻ നിങ്ങളെ മുമ്പാകെ ഓർക്കുകയാണ്. കടന്നു ചെല്ലുമ്പോൾ ആളുകളൊക്കെ നമ്മളെ നോക്കുന്നത് ഒരു ഭീകരവാദിയുടെ, ഒരു തീവ്രവാദിയുടെ, അല്ലെങ്കിൽ അയാളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ രൂപത്തോടു കൂടിയാണ്. എത്രത്തോളം ഞാൻ പോകാനെന്ന് കുറച്ച് വൈകിയപ്പോൾ ഒരച്ഛൻ എന്നെ ഫോണ് വിളിച്ചു. ഒരുപാട് അച്ഛന്മാരെ വിളിച്ചു. അക്കൂട്ടത്തിൽ അവസാനം ഒരു അച്ഛൻ പറഞ്ഞത് വളരെ രഹസ്യമാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ സമുദായത്തെക്കുറിച്ച് ഭീകരവാദമാണ് എല്ലാവരും ആരോപിക്കുന്നത്. മൗലവിയെങ്കിലും ഒന്ന് വന്നിട്ടില്ലെങ്കിൽ അത് വളരെ മോശമാവും കേട്ടോ. ഒന്ന് വരണേ പ്ലീസ്, ഒന്ന് വരണേ. എത്ര പ്രാവശ്യം പ്ലീസ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വളരെ വേദന തോന്നുന്നു. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് നമ്മളോടുള്ള മനോഭാവം, അവരുടെ നോട്ടത്തിൽ, അവരുടെ പെരുമാറ്റത്തിലുള്ള ശബ്ദത്തിൽ, ഒന്നുകൂടി ഞാൻ പറയാം, അവിടെ പല വിഷയങ്ങളെ സംബന്ധിച്ചും ആലോചന നടന്നു. അതിൽ ഉപവാസം വന്നു. ഉപവാസം നടത്തണം. അപ്പോൾ നമ്മളുടെ നേരെ ബാക്കി എല്ലാവരും ഉപവാസം നടത്താൻ തയ്യാറായി. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, മൗലവിക്ക് ഉപവാസം പറ്റുമോ? അത് നിയമപരമായി പറ്റുമോ? നിങ്ങൾക്ക് സാധിക്കുമോ മൗലവിക്ക് ഉപവാസം? എല്ലാവരും ഒരു തരം അവജ്ഞയോടുകൂടി. ഞാൻ ഉപവാസം എന്ന് പറഞ്ഞാൽ എത്ര മണി മുതൽ എത്ര മണി വരെയാ? 10 മണി മുതൽ 12 മണി വരെയാണ് ഉപവാസം. ഞാൻ പറഞ്ഞു, അതൊരു ഉപവാസം എന്ന് പറയാൻ കഴിയും? 10 മണിക്ക് മുമ്പ് നമ്മൾ നന്നായി നാസ്ത കഴിക്കുക, എന്നിട്ട് 10 മുതൽ 12 മണി വരെ നമ്മൾ മിണ്ടാതിരിക്കുക, എന്നിട്ട് 12 മണിക്ക് ശേഷം വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കുക. അതിന് ഉപവാസം എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങൾ ചോദിക്കുന്ന നിയമം അതിന് ബാധകയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് ദിവസമാണ് നമ്മളത് നടത്താൻ ഉദ്ദേശിക്കുന്നത്? അത് ചൊവ്വാഴ്ചയാണ്. ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സാധാരണഗതിയിൽ വ്യാഴവും തിങ്കളും നോമ്പ് പിടിക്കാറുണ്ട്. കണ്ണൂരിന്റെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടി ഇനി ഒരിക്കലും ഇവിടെ ഒരു തുള്ളി ചോര പോലും ഇറ്റരുത് എന്ന അത്യാഗ്രഹത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ പട്ടിണി കടന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഒരു 3 നോമ്പ് ഞാൻ എടുക്കാം, 12 മണിക്കൂർ. അല്ലാതെ 10 മുതൽ 12 മണി വരെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇരിക്കുന്നതിന് ഉപവാസം എന്ന് പറയാൻ കഴിയില്ല. പിന്നെ നമ്മുടെ പരിപാടിയുടെ ഭാഗമായി ഇരിക്കണമെങ്കിൽ എനിക്ക് ഇരിക്കുന്നതിന് വിരോധമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ വിഷയം വന്നപ്പോൾ, മൗലവിയുടെ കാര്യമായപ്പോൾ ആളുകളൊക്കെ അത്ഭുതത്തോടുകൂടി പലതും പറഞ്ഞു, പല കമന്റുകളും പാസ്സാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം നമ്മളൊക്കെ വെള്ള വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞു. വെള്ള വസ്ത്രം ധരിക്കണം, എല്ലാവരും വെള്ള വസ്ത്രം ധരിക്കണം. പെട്ടെന്ന്, സ്വാമിജിക്ക് വിഷമമായിരിക്കുമല്ലേ, മാപ്പാക്കണം, ക്ഷമിക്കണം, സ്വാമിജി ഉണ്ട്, സ്വാമിജി വെള്ള വസ്ത്രം ധരിക്കൂല. സ്വാമിജിയുടെ മനസ്സിനെ വേദനിപ്പിച്ചു. പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു പോരുന്നത്, ഓരോ അനുഭവങ്ങളിലും മുസൽമാനോടുള്ള സമൂഹത്തിന്റെ മനോഭാവം, മുസ്ലിം അല്ലാത്തവരോടുള്ള സമൂഹത്തിന്റെ മനോഭാവം. സ്വാമിജിക്ക് വിഷമമായി പോയോ? സ്വാമിജി നമ്മളുടെ അങ്ങനെ വിചാരിക്കരുത്. ഉടനെ ഒരു അച്ഛൻ പറഞ്ഞു, വൈവിധ്യമാണല്ലോ നമ്മളുടെ മതം, അതുകൊണ്ട് എല്ലാ നിറങ്ങളും ഉണ്ടാകട്ടെ. ഞാൻ ആട്ടെ, എല്ലാ നിറങ്ങളും ഉണ്ടാകട്ടെ, അല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് സമൂഹത്തിന്റെ മനോഭാവം. ഈ തരത്തിൽ സമൂഹം നമ്മളെ കാണുകയും അവര് നമ്മളെ ഒരു പ്രത്യേകമായ തുരുത്തിൽ കൊണ്ടു നിർത്തുകയും നമുക്ക് ചില മുഖമൂടികൾ അണിയിക്കുകയും ചെയ്യുന്നു. ആ തരത്തിൽ മുസ്ലിം സമുദായം ഒരു പ്രത്യേകമായ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്ന ഈ സാഹചര്യത്തിൽ സമുദായം അവരുടെ അവസ്ഥാവിശേഷങ്ങളെ തിരിച്ചറിയണം. സമുദായത്തെ ഈ രൂപത്തിൽ ആക്കി തീർത്തപ്പോൾ ഒരു പരിധിവരെയും അറിയാതെ നമ്മളുടെ മനസ്സിലും അങ്ങനെ ഒരു തോന്നല്, അല്ലെ, അതാണ് ഞാൻ പറഞ്ഞത്, ആടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞു. കുറെ ആളുകൾ ഇങ്ങനെ സ്ഥിരമായി പറഞ്ഞപ്പോൾ നമുക്കൊരു നാണക്കേട് പോലെ, നമുക്കൊരു വിഷമം പോലെ, നമ്മളും ഇപ്പൊ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചിരുന്ന ഒരു നാണക്കേട് പോലെയാണ് നമ്മൾ നടക്കുന്നത്. സമൂഹം ഇസ്ലാമോഫോബിയുടെ പിടിയിലാണ്. മുസ്ലിമീങ്ങളെ കുറിച്ചിട്ട് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ അവർക്ക് പേടിയാണ്, ഭയങ്കര പേടിയാ. ചില ചെറിയ കുട്ടികൾക്ക് പിശാചിനെ പേടിയുള്ളതുപോലെ, പ്രേതബാധയുള്ളതുപോലെ, അല്ലെങ്കിൽ പ്രേതങ്ങളെ പേടിക്കുന്നത് പോലെ ലോകം ഇന്ന് മുസ്ലിമീങ്ങളെ പേടിക്കുകയാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയും. അടുത്ത കാലത്ത് ദേവബന്ദിൽ പഠിപ്പിക്കുന്ന ഒരു മഹാനായ ഉസ്താദ് അവറുകൾ എവിടെയോ പോകുന്നതിന് വേണ്ടി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യായിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്ത് സാധാരണഗതിയിൽ എയർ ഹോസ്റ്റസ് നമുക്ക് അനൗൺസ്മെന്റ് തരുമല്ലോ, ആ സമയത്ത് ഇനി മൊബൈൽ ഫോണുകളൊക്കെ ഓഫാക്കണം, അതൊന്നും ഉപയോഗിക്കരുത് എന്നൊക്കെ പറയും. ആ സമയത്ത് ഇദ്ദേഹത്തിന് ആരോ ഒരാൾ ഫോൺ ചെയ്തപ്പോൾ മെല്ലെ, ആരും കേൾക്കാതെ പതുക്കെ, കാരണം അത് ഓഫ് ചെയ്യേണ്ട സമയമാണ്, ഈ സമയത്ത് ഫോൺ എടുത്ത് സംസാരിച്ചൂടാ. അദ്ദേഹം ആ ഫോൺ എടുത്തു, ആരും കേൾക്കാതെ ഇങ്ങനെ കുനിഞ്ഞിരുന്നുകൊണ്ട് ഉഡാൻ കെ ലിയെ തയ്യാർ ഹൈ, അഭി ബാത് നഹീ കർ സക്തേ, ബാദ് മേ ബുലോ എന്ന് പറഞ്ഞു. അതങ്ങനെ പറഞ്ഞു വെച്ചു, ഉഡാൻ കെ ലിയെ തയ്യാർ ഹൈ. എന്നിട്ട് അദ്ദേഹം കട്ടാക്കി.
പിന്നിലിരുന്ന ഒരു സ്ത്രീ വെപ്രാളം പിടിച്ചു, ചാടി എഴുന്നേറ്റു. അവൾ ഓടി പൈലറ്റിനടുക്കൽ പോയി. ഇതാ ബോംബ് പൊട്ടാൻ പോകുന്നു, പൊട്ടാൻ റെഡിയായി എന്നാ പറഞ്ഞു. ഇപ്പം പൊട്ടും. ഭയങ്കര ബഹളമായി. നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചയായിട്ട് കണ്ടതാ. പാവം ഈ മഹാനായ മൗലാന ഉസ്താദ്, ഞാൻ പറയുന്നത് പഴയ കഥയല്ല, പുതിയ കഥയാ, പുതിയ സംഭവങ്ങളാ. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്താ, ആശയം എന്താണ്? പക്ഷെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ആ ഒരു മാനസിക രോഗത്തിന് സമൂഹം അടിമപ്പെട്ടപ്പോൾ ഉഡാൻ കേലി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒപ്രാളമാണ്, ബേജാറാ. അത് പറഞ്ഞത് മുസ്ലിം ആണെങ്കിൽ ധോൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു ഭാര്യയും ഭർത്താവും, മുസ്ലിമീങ്ങളാണ് അവർ വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഇങ്ങനെ പൊന്തുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഉള്ള മാനസികാവസ്ഥയാണല്ലോ, വിമാനം പൊന്തുകയല്ലേ, ജീവൻ മരണ പോരാട്ടമല്ലേ. അങ്ങനെ വിമാനം പൊന്തിയപ്പോൾ ഈ സ്ത്രീക്ക് ഒരു വെപ്രാളം വന്നു, ബേജാറ് വന്നു. ആ വെപ്രാളം വന്നപ്പോൾ ഭർത്താവിന്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചു. അപ്പൊ ഭാര്യയും ഭർത്താവും ദീനുള്ള കുടുംബമാണ്. അവര് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പൊങ്ങുമ്പോൾ പറയേണ്ട അല്ലാഹു അക്ബർ എന്നല്ല, അല്ലാഹു അക്ബർ. അതൊരു പൊട്ടിത്തെറിയായി. വിമാനത്തിൽ മുഴുവൻ ഒച്ചപ്പാടും ബഹളവും കരച്ചിലുമായി. അല്ലാഹു അക്ബർ പറഞ്ഞത് തൊപ്പിയും തടിയും വെച്ച ആളാണ്. ഇപ്പോൾ മുഴുവൻ പൊട്ടിത്തെറിക്കുമെന്ന് ഒപ്രാളമായി. അങ്ങനെ വിമാനം പെട്ടെന്ന് പിടിച്ചു നിർത്തി. ആളുകൾ ഇളകി മറിഞ്ഞു. അവസാനം ഈ ഭാര്യയും ഭർത്താവിനെയും നിർബന്ധിച്ച് പുറത്തിറക്കിയതിനു ശേഷം അല്ലാതെ വിമാനം പൊന്താൻ പറ്റൂല എന്ന് നിർബന്ധം പിടിച്ചു. ആലോചിച്ചു നോക്കൂ, പേടിച്ചിട്ട് പാവം അല്ലാഹു അക്ബർ എന്ന് വിളിച്ചതാണ്. പക്ഷെ അവൻ ഭീകരവാദിയായി. അവന്റെ ശബ്ദം സമൂഹം ഭയപ്പെടുകയാണ്. അവൻ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാൽ സമൂഹം പേടിച്ച് വിറയ്ക്കുകയാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗമാണ്. ആ രോഗം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇരകളായി പാവപ്പെട്ട നമ്മൾ ഇന്ന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതൊന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരത്തിൽ സമൂഹം നമ്മളെ സംബന്ധിച്ചിട്ട് ഇത് ആടല്ല പട്ടിയാണ്, ആടല്ല പട്ടിയാണ്, ആടല്ല പട്ടിയാണെന്ന് 10 പ്രാവശ്യം പറഞ്ഞപ്പോൾ ആ ആടിനെ തൂക്കിക്കൊണ്ടുവന്ന ഉപ്പാക്ക മോനും ശരിയായിരിക്കുമല്ലേ നാട്ടുകാർ പറഞ്ഞത് എന്നൊരു തോന്നൽ. അതാ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കഥ. ശരിയായിരിക്കുമല്ലേ, നമ്മൾ ഈ ലോഹ മാറ്റി വെച്ചാലോ? അതുകൊണ്ടാണല്ലോ നമ്മുടെ നേതാക്കന്മാരെ ചില ആളുകൾ ഇത്തരം സദസ്സുകളിലേക്ക് പോകുമ്പോൾ തൊപ്പിയും മാറ്റി ജുബയും മാറ്റി അവരൊരു കോട്ട് വിട്ട് ഹാൻഡും വലിച്ചു കെട്ടിയിട്ടാ പോവാ. കാരണം ഞാൻ അമാനമിനൽ മുശ്രിക്കീൻ അനമിനൽ മുസ്ലിമീൻ നമ്മൾ പറയിക്കുന്നില്ല, നമ്മൾ കൊണ്ട് പറയിപ്പിക്കുന്നില്ലേ. നമ്മൾ സമൂഹ മധ്യത്തിൽ ചെല്ലുമ്പോൾ ഇതിനെ തിരിച്ചു പറയും. ഞാൻ അവരെ കൂട്ടത്തിൽപ്പെട്ട ആളൊന്നുമല്ല, നമ്മുടെ സമുദായം വളരെ പോക്കാപ്പാ, പക്ഷെ ഞാൻ അതൊന്നും പെട്ടല്ല, ഞാൻ വളരെ പെർഫെക്റ്റാ, നിങ്ങളെ പോലെയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സംഗതി അതാണ്. നമുക്കൊരു വ്യക്തിത്വമുണ്ട്, നമുക്കൊരു പൗരത്വമുണ്ട്, നമുക്ക് ആ പൗരത്വത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട്, അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് തീർച്ചയായും ആരുടെയും ഓശാരമല്ല, അത് നമ്മൾക്ക് അവകാശപ്പെട്ടതാണ്. അത് അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കാനുള്ള ചങ്കൂറ്റം. ആദ്യം അവനെ പേപിടിപ്പിക്കുക, എന്നിട്ട് പേപ്പട്ടിയായി ചിത്രീകരിക്കുക, എന്നിട്ട് നിർദ്ദയം ആ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുക. ഇതിന്റെ ഇടയിൽ ആരോ പറഞ്ഞു UAPA ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞു. വളരെ ശരിയാന്ന്. UAPA എല്ലാവരും മതം മാറി അവസാനം ഇപ്പോൾ UAPA ഇസ്ലാം മതം സ്വീകരിച്ചു. കാരണം UAPA എന്ന് പറയുന്ന ആ വകുപ്പ് ആകെ തൊപ്പിയും താടിയിട്ട ആളുകളുടെ കൂടെ മാത്രമേ കൂടുന്നുള്ളൂ. അവൻ മുസ്ലിമായി. നമ്മുടെ നാട്ടിൽ കുപ്രസിദ്ധയായ ഒരു പ്രാസംഗിക, അവരുടെ പ്രസംഗത്തിൽ അവർ പറഞ്ഞു നടന്നത്, ഈ മുസ്ലിമീങ്ങൾ മാപ്പിളമാര് എല്ലാരെയും പിടിച്ച് മാപ്പിളയാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ചാത്തനെയും പോത്തനെയും കോരനെയും ശങ്കരനെയും തോമസിനെയും ജേക്കബിനെയും ഒക്കെ പിടിച്ച് അവർ കലിമ പറഞ്ഞ് പൊന്നാനിയിൽ കൊണ്ടുപോയി മാർക്കം ചെയ്ത് മുസ്ലിമാക്കി. അങ്ങനെ ആക്കി പോയാൽ പിന്നെ നമുക്ക് നാളെ ഇവിടെ നിലനിൽപ്പുണ്ടാവുമോ? നമുക്ക് ഇവിടെ അംഗബലമുണ്ടാവുമോ? ഇവിടെ മാപ്പിളമാരുടെ ആധിപത്യമാവൂലേ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ, കടപ്പുറത്ത് സുലഭമായി കേരളീയർ വിട്ടുകൊണ്ടിരുന്ന കോര എന്ന മീനിനെ അവര് കൂട്ടിക്കൊണ്ടുപോയി പൊന്നാനി കടപ്പുറത്ത് പുതിയാപ്പിളക്കോര എന്ന് മതം മാറ്റി മുസ്ലിമാക്കിയെന്നാണ്. ഇപ്പൊ അതിനെ പുതിയാപ്പിളക്കോര എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ശബ്ദ കോലാഹലങ്ങളെ നമ്മൾ തിരിച്ചറിയുക. മുസ്ലിം സമുദായത്തെ ആ തരത്തിൽ ആക്കി തീർക്കുന്നതിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നു, നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു, ആ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. എന്റെ ശബ്ദം ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ, മനസ്സിലാകാതിരിക്കട്ടെ, ഇന്ത്യക്ക് ഒരു പരമാധികാര കോടതിയുണ്ട്. ആ കോടതി പോലും ഒരു പക്ഷേ സമുദായത്തിന്റെ, സമൂഹത്തിന്റെ, കുറ്റവാളിയുടെ ഒക്കെ നിറവും അവന്റെ മതവും നോക്കി വിധി പ്രഖ്യാപിക്കുന്നിടത്തേക്ക് വരെ നമ്മളുടെ ദുഷിച്ച അവസ്ഥകൾ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുക. ആ സാഹചര്യത്തെ സംബന്ധിച്ചിട്ടും അത്തരം ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചിട്ടുമൊക്കെ ഒരുപാട് നീട്ടിപ്പരത്തി പ്രസംഗിക്കുന്നതിന് വേദി അനുകൂലമല്ല, സമയവും അനുകൂലമല്ല. അതിന്റെ വലിയ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഈ വേളയിൽ നമുക്ക് ചെയ്യാനുള്ള സംഗതികൾ എന്തൊക്കെയാണ്?
നമ്മുടെ ബാധ്യതകളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ധർമ്മങ്ങളും അഥവാ നമ്മുടെ കർമ്മപഥങ്ങളും എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ബോധ്യപ്പെടേണ്ടത്, കൂടുതൽ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും കലുഷിതമായ അന്തരീക്ഷത്തിൽ, കലുഷിതമായ സാഹചര്യത്തിൽ സമുദായം ഇതൊന്നും അറിയാത്തവരെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു ഒരു വലിയ ശതമാനം, അല്ലെ? ഇതൊന്നും അറിയാത്തവരെ പോലെ കള്ളിനും കഞ്ചാവിനും ധൂർത്തിനും തോന്നിവാസങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് യുവത്വത്തെയും അവരുടെ ചോരത്തിളപ്പിനെയും സാമർഥ്യത്തെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കറങ്ങി നടക്കുന്നു നമ്മുടെ സമുദായത്തിലെ വലിയൊരു ശതമാനം. അവർക്കിതിലൊന്നും ശ്രദ്ധയില്ല, അവർക്കിതിലൊന്നും ഒരു നിലയിലുള്ള പങ്കുമില്ല. മറ്റൊരു വിഭാഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് തെറ്റിദ്ധരിക്കുകയും എന്റെ തൊട്ടപ്പുറം വരെ ഇത് വന്നിട്ടുള്ളൂ, ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, ഇങ്ങോട്ട് വരുന്നത് വരെയും ഞാൻ വളരെ ബലീ ആണ് എന്ന ചിന്തയോടുകൂടി വേണ്ടി വന്നാൽ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്റെ സ്ഥാനത്ത് മറ്റൊരുത്തിനെ തള്ളിക്കൊടുക്കാൻ പോലും സന്നദ്ധമാകുന്ന ഒരു ദുരവസ്ഥയിലേക്ക് നമ്മിൽ തല്ലും ഈഗോയും വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടുമാണ് വാസ്തവത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പീഡനം, നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതവും ദുരന്തവും അതാണ്. ബാക്കിയൊക്കെ പണ്ട് പണ്ടേ ഉള്ളതാ, അത് നമുക്കൊക്കെ പുത്തരിയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുര്യോഗം ഇതാണ്. ഒന്ന്, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സംസ്കാരം, നമ്മുടെ സംശുദ്ധി, നമ്മുടെ ജീവിത വിശുദ്ധി, ഇത് നമുക്ക് ആത്മാഭിമാനത്തോടുകൂടി മറ്റുള്ളവരുടെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുന്ന ഒന്നാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം പടച്ചവൻ നിൽക്കുന്നില്ല, നമ്മളോടൊപ്പം പടപ്പുകളും നിൽക്കുന്നില്ല. രണ്ടാമത്തത്, നമുക്കിടയിൽ പരസ്പരം യോജിപ്പില്ലാത്ത, ഒരുമയില്ലാത്ത അനൈക്യത്തിന്റെയും അന്തഛിദ്രതയുടെയും ആഭ്യന്തര കുഴപ്പത്തിന്റെയും ഒരു വലിയ ഭീതിജനകമായ സാഹചര്യം മുറ്റി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, മുറ്റി നിൽക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്തരം സാഹചര്യങ്ങളിലും മസാല അന്വേഷിക്കുക. ഒരു പള്ളിക്ക് തീ പിടിച്ചു എന്ന് വിചാരിക്കുക, പള്ളിക്ക് തീ പിടിച്ചു. ഇപ്പം പള്ളിക്ക് തീ പിടിക്കുന്നതിനേക്കാളും കടുപ്പപ്പെട്ട അവസ്ഥയിലാണല്ലോ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിക്ക് തീ പിടിച്ചാൽ എന്താ ചെയ്യുക? പള്ളിക്ക് തീ പിടിച്ചാൽ 4 ഭാഗത്തു നിന്നും ആളുകൾ ഓടിക്കൂടും. പണ്ട് കാലങ്ങളിലൊക്കെ പറയാറുള്ളത്, പള്ളിക്ക് തീ പിടിക്കുകയോ അതുപോലെയുള്ള അത്യാഹിതങ്ങൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് മുക്രിക്ക പള്ളിയിലെ മൈക്ക് ഓണാക്കും, തക്ബീർ മുഴക്കും, ബാങ്ക് കൊടുക്കും, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക് കൊടുക്കും. സമയമല്ലാത്ത സമയത്ത് ബാങ്ക് കേട്ടാൽ നാട്ടുകാർ മുഴുവൻ ഓടി പള്ളിയിലെത്തും. എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചു എന്നാണ് അതിലൂടെ സൈറൻ മുഴക്കപ്പെടുന്നത്. അങ്ങനെ നാട്ടുകാരൊക്കെ ഓടിയെത്തുമ്പോൾ നാട്ടിന്റെ പരിസരത്ത് പല ആളുകളുണ്ട്. വന്നവരൊക്കെ തീ പിടിച്ചത് കണ്ടപ്പോൾ വെള്ളം മുക്കി ഒഴിക്കാൻ തുടങ്ങി. പള്ളിയിലേക്ക് വെള്ളം മുക്കി ഒഴിച്ച് എങ്ങനെങ്കിലും തീ കെടുത്താമെന്ന് വിചാരിച്ച് നാട്ടുകാർ ഒറ്റക്കെട്ടായി ഇക്കണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവരെയും നന്നായിട്ട് കടന്നുറങ്ങിയിരുന്ന മുക്രിക്ക ഉസ്താദ് രണ്ടുപേരും ചാടി എഴുന്നേറ്റ് അവര് പുറത്തേക്ക് വന്ന് നോക്കുമ്പോ ഇങ്ങനെ തീ കത്തുന്ന ഒരു ഭാഗത്ത് കുറെ ആളുകൾ ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കുന്നു. അവരൊന്ന് നിർത്ത്, എന്താ നിർത്താൻ പറയും? ഈ വെള്ളം താഹിറാണോ തഹൂറാണോ മുത്തഹിറാണോ എന്ന് ഉറപ്പിക്കുക, എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ മതി എന്നാ പറയുന്നത്. വെള്ളം താഹിറാണോ അല്ല മുത്തഹിറാണോ തഹൂറാണോ എന്ന് ഉറപ്പിക്കുക, എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് ഒഴിച്ചവനാരാ? വാസ്തവത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം, നമ്മുടെ സമൂഹം, നമ്മുടെ ലോകം, നമ്മുടെ സമുദായം കത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സമുദായത്തിന് നേതൃത്വം നൽകി അവരെ ഒറ്റക്കെട്ടായി അണിനിരത്താൻ ബാധ്യസ്ഥരായിട്ടുള്ള ഉലമാ വിഭാഗം, ഉമറ വിഭാഗം, അവരവരുടെ ഈഗോയിൽ അല്ലെങ്കിൽ അവരവരുടെ അഹങ്കാരത്തിൽ, അവരവരുടെ പക്ഷപാതിത്വത്തിൽ, അവരവരുടെ സങ്കുചിത താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ നിലകൊള്ളുകയും ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കുരുട്ടു മസാലകൾ അന്വേഷിക്കുകയും ചെയ്യുക. എത്ര ഖേദകരമാണ്. നമുക്ക് ഒരുമയുണ്ടായിരുന്നെങ്കിൽ, നമുക്ക് യോജിപ്പുണ്ടായിരുന്നെങ്കിൽ, നമുക്ക് ഐക്യമുണ്ടായിരുന്നെങ്കിൽ എന്റെ ശബ്ദം ഞാനല്ലാത്തവർക്ക് ആർക്കും പിടിക്കൂല. ഓം പറഞ്ഞതുകൊണ്ട് മാത്രം അതിനെ എതിർക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം, ഓം പറഞ്ഞതുകൊണ്ട് മാത്രം അതിനെതിരെ നിലകൊള്ളുക എന്ന് പറയുന്ന ഒരു സ്വഭാവം, ആ സ്വഭാവം നമ്മുടെ സമുദായത്തെ വളരെ കൂടുതലായി ബാധിക്കുകയും ഒരു പരിധിവരെയും നമ്മുടെ ശത്രു സമൂഹം നമുക്ക് മേൽ അത് അടിച്ചേൽപ്പിക്കുകയും ആ അടിച്ചേൽപ്പിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ശത്രുക്കൾ വിജയം വരിക്കുകയും ചെയ്യും. നമ്മൾ വിചാരിക്കരുത് ഇതൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല, ഇതൊക്കെ ആസൂത്രിതമായി സംഭവിക്കുന്നതാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ പുകവലിയെ കുറിച്ചിട്ട് ഒരു പഠന ക്ലാസ് നടത്തി. ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. പുകവലി നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. പുകയില ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? അമേരിക്ക കണ്ടുപിടിച്ചപ്പോൾ അമേരിക്കയിലേക്ക് കടന്നു വന്ന ആദ്യകാല ആളുകൾ തന്നെ അമേരിക്കക്കാരാണ് പുകയില കണ്ടുപിടിച്ചത്. അതിനുശേഷം ഈ പുകയില അറേബ്യൻ രാജ്യങ്ങളിലേക്ക് കടത്തിയത് ആരാണ്? അഥവാ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് സമ്മാനിച്ചതും അറബികൾക്ക് കൊടുത്തതും ആരാണ്?
ശ്രദ്ധിച്ചോ നിങ്ങൾ? അതും അമേരിക്കക്കാരാണ്, യൂറോപ്യൻസ് ആണ്. അത് നിങ്ങൾ വെറുതെ പറഞ്ഞയച്ചു. പക്ഷെ ഞാൻ അത് നോട്ട് ചെയ്തു. ഈ സമുദായത്തിലെ ഉമറാക്കളെ, ഉലമാക്കളെ, അവരുടെ ഒരുമയെ, അവരുടെ കൂട്ടായ്മയെ, അവരുടെ സാമ്പത്തികമായ ഭദ്രതയെ, അവരുടെ രാഷ്ട്രീയമായ ഐക്യത്തെ ഇതിനൊക്കെ തല്ലിത്തകർക്കാൻ, ഇതിനൊക്കെ തച്ച് തകർക്കാൻ, നശിപ്പിക്കാൻ വേണ്ടി ആസൂത്രിതമായ നിലയിൽ എത്രയോ കാലങ്ങളായി ഈ വിഭാഗം പണിയെടുക്കാൻ അധ്വാനിക്കുകയാണ്. ആ അധ്വാനത്തിൽ അവരൊറ്റക്കെട്ടാണ്. മുസ്ലിമീങ്ങളെ കൊല്ലുക, അവരെ തിന്നുക എന്ന് പറയുന്ന സംഗതിയിൽ അവരൊക്കെ ഒറ്റക്കെട്ട്. വഖാലത്തിൽ യഹൂദു ലൈസത്തിൽ നസാറ അലാ ഷൈ, വഖാലത്തിൽ നസാറ ലൈസത്തിൽ യഹൂദു അലാ ഷൈ. ഖുർആൻ പറയുന്നു, ഒരിക്കലും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒന്നിക്കുകയില്ല. ഒരിക്കലും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒന്നിക്കുകയില്ല. അവർ രണ്ടും രണ്ട് തട്ടിലാണ്. പക്ഷേ അവർ രണ്ടും ഒറ്റക്കെട്ടാകുന്ന ഒരു വേദിയുണ്ട്. അത് മുസൽമാനെ തിന്നുക എന്ന് പറയുന്ന വിഷയത്തിൽ. പന്നിയെ തിന്നാൻ പാടില്ല എന്ന് ജൂതന്മാർ വിശ്വസിക്കുന്നു. പന്നിയെ തിന്നുന്നതും നല്ല പുണ്യകർമ്മമാണെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു. പക്ഷേ രണ്ടുപേർക്കും ഒരുപോലെ തിന്നൽ ഹലാലായ ഒരു മാംസമുണ്ട്. അത് പാവപ്പെട്ട മുസൽമാന്റെ മാംസമാണ്. ചിലപ്പോൾ അത് ഇറാഖിൽ നിന്നും അവൻ പിടിച്ചു നക്കി തിന്നും, മറ്റു ചിലപ്പോൾ സിറിയയിൽ നിന്നും, ചിലപ്പോൾ ഫലസ്തീനിൽ നിന്നും, അതുപോലെയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ അവൻ ചീഞ്ഞളിഞ്ഞ മനുഷ്യ മാംസം മുസൽമാന്റേതാണെന്ന് ഉറപ്പുവരുത്തുകയും അതിന്റെ ചോര ഊറ്റി കുടിക്കുകയും മാംസം നക്കി തിന്നുകയും ചെയ്യും. അതിൽ അവര് ഒറ്റക്കെട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ആസൂത്രിതമായ നിലയിൽ നമുക്കെതിരെ ഉരുണ്ടുകൂടുന്ന ആഗോള ശക്തികളെ തിരിച്ചറിയേണ്ടതുണ്ട്. ആഗോള ശക്തികൾക്കെതിരിൽ വളരെ ശക്തമായ നിലപാട് ഞാൻ നിങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ കാലുകൾ പടച്ചവനിൽ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കണം. അവന്റെ സഹായത്തിന് നമ്മൾ പ്രാപ്തരായിരിക്കണം. അള്ളാഹുവിന്റെ സഹായം അത് നമുക്ക് ലഭിക്കണം. വാസ്തവത്തിൽ നമ്മൾ പരിഹാരത്തെ സംബന്ധിച്ചിട്ട് ചിന്തിക്കുമ്പോൾ, പരിഹാര മാർഗത്തെ സംബന്ധിച്ചിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാമത്തേത് അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കുക, അവനിലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിക്കുക, ദുആ വർദ്ധിപ്പിക്കുക. നമുക്ക് വേണ്ടി, നമ്മുടെ സമുദായത്തിന് വേണ്ടി, സമുദായത്തിൽ അവശത അനുഭവിക്കുന്ന വിഭാഗത്തിന് വേണ്ടി, ഓരോ ആളുകൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ദുആക്കളെ വർദ്ധിപ്പിക്കുക, ശക്തിപ്പെടുത്തുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. രണ്ടാമത്തേത്, നമ്മൾ അതാത് കാലഘട്ടത്തിന്റെ തേട്ടത്തിനനുസരിച്ചിട്ട് വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി, രാഷ്ട്രീയമായി, സാമൂഹികമായിട്ടൊക്കെ ശാക്തീകൃതരാകാൻ ശ്രമിക്കുക. ആ രംഗത്തൊന്നും നമ്മൾ ഒന്നും തിരിയാത്തവരാകരുത്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പിന്നോക്കമാകരുത്. സാമ്പത്തിക രംഗത്ത് നമ്മൾ പിന്നോക്കമാകരുത്. ആസൂത്രണ രംഗത്ത് നമ്മൾ പിന്നോക്കമാകരുത്. ആരാന്റെ ഓശാരത്തിന് വേണ്ടി അവന്റെ അപ്പച്ചട്ടിക്ക് മുമ്പിൽ പിച്ചക്കൈകൾ നീട്ടിക്കൊണ്ട് നിൽക്കേണ്ട ഗതികേടും ഒരിക്കലും നമ്മുടെ സമുദായത്തിനുണ്ടാകരുത്. അവിടങ്ങളിലൊക്കെ നിങ്ങൾ ഏറ്റവും ഉയർന്ന സമുദായമാണെന്ന് വിശുദ്ധ ഖുർആനിന്റെ വാക്യത്തെ നമ്മൾ അന്വർത്ഥമാക്കണം. നമ്മൾ ആ രംഗങ്ങളിലൊക്കെ ശാക്തീകൃതരാകണം, ശക്തി പ്രാപിക്കണം, പ്രാപ്തരാകണം. നമ്മൾ മൂന്നാമതായി നമുക്കിടയിൽ ഒരുമയുണ്ടാകണം, സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കണം. നമ്മുടെ ഒരുമയുടെ മുമ്പിൽ, നമ്മുടെ സ്നേഹബന്ധത്തിന്റെ മുമ്പിൽ ലോകർ മുട്ടുമടക്കും. യാതൊരു സംശയം വേണ്ട, ലോകർ മുട്ടുമടക്കും. പ്രിയപ്പെട്ടവരെ, മുത്തഅല്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഐനുൽ മആരിഫിൽ വളർന്നു വരുന്ന സന്തതികൾ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിന് നൽകാനുള്ള ഒരുപാട് ഇത്തരം അധ്യാപനങ്ങളുണ്ട്. മാതൃകാപരമായി അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവരെ നന്മയിലേക്ക് നയിക്കുകയും നേരായ മാർഗത്തിലേക്ക് അവരെ നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഉജ്ജ്വല മാതൃകാ ജീവിതങ്ങളായി മാറണം. നമ്മളെ കണ്ടാൽ, നമ്മളുമായി ബന്ധം പുലർത്തിയാൽ, നമ്മളോടൊപ്പം ചേർന്നാൽ, നമ്മളുടെ പിന്നിൽ കൈകെട്ടി നിന്നാൽ, നമ്മൾ നയിക്കുന്ന പാർട്ടിയിൽ അംഗത്വമെടുത്താൽ എന്നൊക്കെ ഞാൻ ആലങ്കാരികമായി പറയുമ്പോൾ, നമ്മളുടെ പിന്നിൽ വിശ്വസിച്ച് കൈകെട്ടി നടന്നാൽ നന്മയുടെ പാത പ്രാപിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം സമൂഹത്തിന് നൽകാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള അറിവ് നമുക്കുണ്ടാകണം. അത് ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള കഴിവും സാമർഥ്യവും യോഗ്യതയും നമുക്കുണ്ടാകണം. അവരെ അണിനിരത്തി ഒന്നിച്ചൊന്നായി കൊണ്ടുപോകാനുള്ള മാനസികമായ പക്വത നമുക്കുണ്ടാകണം. ആ തരത്തിൽ സമൂഹത്തെയും സമുദായത്തെയും ഒരുമിച്ച് നിർത്താൻ നമുക്കൊക്കെ സാധിക്കണം. നമ്മൾ സമുദായത്തിന് നന്മകൾ മാത്രം സമ്മാനിക്കണം, സമൂഹത്തിന് നന്മകൾ മാത്രം സമ്മാനിക്കണം. നമ്മൾ എടുത്തു മാറ്റപ്പെടാൻ കഴിയാത്ത ഒരു ആവശ്യ വസ്തുവായി സമൂഹത്തിന്റെ മുമ്പിൽ നിലകൊള്ളണം. മുസ്ലിമിനെ ഒഴിവാക്കി നിർത്താൻ, മുസ്ലിം പണ്ഡിതന്മാരെ ഒഴിവാക്കി നിർത്താൻ, അവരുടെ സാന്നിധ്യമില്ലാത്ത തരത്തിൽ ലോകം പണിയാൻ ആർക്കും സാധ്യമല്ല എന്നിടത്തേക്ക് നമ്മൾ എത്തണം പ്രിയപ്പെട്ടവരെ. ആ തരത്തിൽ അഥവാ നമ്മൾ എത്തിയാൽ നമ്മുടെ സമുദായത്തെ പണ്ട് കാലത്ത് രണ്ട് കൈകൾ നീട്ടി ലോകം സ്വീകരിച്ചതുപോലെ ഇനിയും സ്വീകരിക്കും. നമ്മുടെ സമുദായം അങ്ങനെയാണ് ഇന്ത്യയിലെത്തിയത്. നേരത്തെ നിങ്ങൾ പ്രസംഗത്തിൽ കേട്ടല്ലോ, അങ്ങനെയാണ് നമ്മൾ കേരളത്തിലെത്തിയത്. ഇപ്പോഴും നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും ജീവിച്ചു പോരുന്നതും ആ തരത്തിലാണ്. അതുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങൾ, നമ്മൾ മുതഅല്ലിമീങ്ങൾ, നമ്മൾ ഐനുൽ മആരിഫിന്റെ സന്തതികൾ, നമ്മൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ, നമ്മൾ ആരെയും ഉപദ്രവിക്കുകയില്ല,
ആരെയും ഒരു നിലയിലും വേദനിപ്പിക്കുകയില്ല, ആരോടും നമുക്ക് പകയില്ല, ആരോടും നമുക്ക് വിദ്വേഷമില്ല, ആർക്കും നമ്മൾ ഉപകാരമല്ലാത്ത ഒന്നും ചെയ്യുകയില്ല. പക്ഷേ ആരുടെ മുമ്പിലും നമ്മൾ തലകുനിക്കുകയില്ല, ആരുടെ മുമ്പിലും നമ്മൾ മുട്ടുമടക്കുകയില്ല, ആർക്കു മുമ്പിലും നമ്മൾ നമ്മുടെ ഭിക്ഷപാത്രത്തിലെ അല്ലെങ്കിൽ നമ്മുടെ പിച്ചക്കൈകളെ നീട്ടിപ്പിടിക്കുകയില്ല. നമ്മൾ നിയമപരമായി അവകാശങ്ങൾക്ക് വേണ്ടി അടലാട്ടം നടത്തുകയും അർഹമായ സ്വാതന്ത്ര്യത്തെയും അർഹമായ അവകാശങ്ങളെയും ഒക്കെ നേടിയെടുക്കുമെന്നതിൽ ഒരു നിലയിലും നമുക്ക് വിട്ടുവീഴ്ചയില്ല. ആ രംഗത്ത് നമ്മൾ നമ്മുടെ റബ്ബിനെ ഒപ്പം നിർത്തും. നമ്മളോടൊപ്പം നിർത്താൻ നമ്മുടെ റബ്ബുമായുള്ള ബന്ധത്തെ നമ്മൾ നന്നാക്കും. ആ യാത്രയിൽ നമ്മുടെ പിന്നിൽ നമ്മളോടൊപ്പം നമ്മുടെ സമുദായത്തെ നമ്മൾ അണിനിരത്തും. അവരോടൊപ്പം നമ്മൾ ശക്തമായ ഒരു അണി തീർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങും. അത് നമ്മുടെ മുഷ്ടി ചുരുട്ടിയുള്ള അന്തരീക്ഷത്തിലെ ആഞ്ഞടി കൊണ്ടല്ല, നമ്മളുടെ നെഞ്ചുപൊട്ടി തൊണ്ട പൊട്ടി പുറത്തേക്ക് തള്ളുന്ന ശബ്ദ കോലാഹലത്തെ കൊണ്ടല്ല, മറിച്ച് ആസൂത്രിതമായ ക്രിയാത്മകമായ ബുദ്ധിപരമായ സമർത്ഥമായ ഇടപെടലുകളിലൂടെയും സമീപനങ്ങളിലൂടെയും ഇൻഷാ അല്ലാഹ് ഒരു നല്ല നാളെ, ഒരു നല്ല ഭാവി, ഒരു നല്ല രാജ്യം, ഒരു നല്ല ഇന്ത്യ, ഈ രാജ്യത്തിന്റെ പണ്ടുകാലത്തൊക്കെ നമുക്ക് പരിചിതമായിരുന്ന അഖണ്ഡതയും ഐക്യവും സ്നേഹാർദ്രമായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കും. നമ്മുടെ രാജ്യത്തിന്റെ ആ നല്ല അവസ്ഥകൾ ആരാന്റെ ചിത്തത്തിനനുസരിച്ചിട്ട് പിച്ചു ചീന്താൻ ഒരിക്കലും നമ്മൾ കൂട്ടുനിൽക്കുകയില്ല. ഇത്തരത്തിൽ മുസ്ലിമീങ്ങൾ, നമ്മൾ സാധാരണ നമ്മുടെ മുൻഗാമികളായ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ത്യാഗോജ്വലരായ നമ്മളുടെ നേതാക്കന്മാര് പറഞ്ഞതുപോലെ ആദ്യമായി ഞാനൊരു മുസൽമാനാണ്, ഒപ്പം ഞാനൊരു ഇന്ത്യക്കാരനുമാണ്. അതുകൊണ്ട് മുസ്ലിം എന്ന നിലയിൽ ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ എനിക്ക് സാധിക്കണം. ഇവിടെ സാധിക്കുമെങ്കിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ഭൂമിക്ക് മീതെ നല്ല പൗരത്വത്തെ, അതിന്റെ സ്വാതന്ത്ര്യത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം. ഒരുപക്ഷെ അതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാര് ബ്രിട്ടീഷുകാരോട് പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ സ്വതന്ത്രമായ എന്റെ ഭൂമി എനിക്ക് വിട്ടുതരണം, അതല്ലെങ്കിൽ ഈ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യമുള്ള ഭൂമിയിൽ സ്വതന്ത്രമായ നിലയിൽ ഒന്ന് മരിച്ച് മണ്ണടയാൻ 6 അടി മണ്ണ് തരണം. വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുമെങ്കിൽ അവൻ നരിയായി ജീവിക്കുമെങ്കിൽ നരിയായി ജീവിക്കുക. നായായ നിലയിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് 1 മിനിറ്റ് മുമ്പേ ഭൂമിയോട് വിട പറയലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ ജീവനുള്ളവരായിരിക്കുക. ആ ജീവൻ നമ്മുടെ വിദ്യ കൊണ്ട്, നമ്മളുടെ സാമർഥ്യം കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ ഒരുമ കൊണ്ട്, നമ്മുടെ ആസൂത്രിത മനോഭാവം കൊണ്ട്, നമ്മളുടെ ഐക്യം കൊണ്ട്, അഖണ്ഡത കൊണ്ട് അന്വർത്ഥമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ അറിവിനും നമ്മുടെ സാമർഥ്യത്തിനും നമ്മുടെ കഴിവിനുമൊക്കെ ആ നിലയിലുള്ള ഒരു അംഗീകാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മുന്നോറുകളെ പോലെ ആയിത്തീരാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവശബ്ദങ്ങളെയും അരക്ഷിതാവസ്ഥകളെയും അള്ളാഹുവിന്റെ പൊരുത്തത്തെ മാത്രം ആശിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നിലകൊള്ളുവാനുള്ള സൗഭാഗ്യവും നമുക്കൊക്കെ അള്ളാഹു തരുമാറാകട്ടെ. ഒരു നിലയിലുള്ള അവശബ്ദങ്ങളുമില്ലാതെ, അസ്വാരസ്യങ്ങളുമില്ലാതെ, അനിശ്ചിതാവസ്ഥകളുമില്ലാതെ, ഭീകരതകളില്ലാതെ, ഭരണകൂട നിയമ വേട്ടകളൊന്നുമില്ലാതെ സ്വസ്ഥമായി സ്വൈരമായി ഒരേ സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന നല്ല ഭാരതം, നല്ല ഭാരതീയരായി തീരുവാൻ നമ്മുടെ രാജ്യത്തിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രാജ്യനിവാസികൾക്ക് അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇതിനുവേണ്ടി, അതിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയ ഈ സെമിനാറുമായി ബന്ധപ്പെട്ട് നടത്തിയ മറ്റെല്ലാ പരിപാടികളും വിജയകരമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും നന്മയുടെ മാർഗത്തിൽ, അത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയായിരുന്നാലും സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയായിരുന്നാലും സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയായിരുന്നാലും ആത്മാർത്ഥതയോടുകൂടി നിലകൊള്ളാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.